വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. നല്ല അടിപൊളി ലൊക്കേഷനിൽ ഒരു കിടിലൻ വെഡിങ് കൂടാൻ പോയതാട്ടോ. സത്യം പറഞ്ഞാൽ പറയാത്ത കല്യാണത്തിനാണ് പോയിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫീലിങ്സും എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നല്ല കിടിലൻ ഫാം ഹൗസിലാണ് കേട്ടോ ഈ ഒരു വെഡിങ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വെഡിങ് വിശേഷങ്ങളും കാണാമല്ലേ. ഇറാൻ നാച്ചുറലാണ് ഞാൻ പോയിട്ടുള്ളത്. നമ്മളെ പെരിന്തൽമണ്ണക്ക് അടുത്താണ് ഈ ഒരു അടിപൊളി സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ മീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റിയിട്ട് നല്ല അടിപൊളി ബോർഡ് റൂമും അതുപോലെ തന്നെ ലോബിനോട് കൂടിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കിട്ടിലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു ഫാം ഹൗസ് തന്നെയാണ് കേട്ടോ. അതും ഒരുപാട് യാത്ര ഒന്നും ചെയ്യാതെ നമ്മുടെ പെരിന്തൽമണ്ണക്ക് അടുത്താണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ, കാരണം അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. ഞാൻ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഒരു 3000 ആളുകളൊക്കെ വെച്ചിട്ട് വെഡിങ് നടത്താനുള്ള ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ആംഫി തിയേറ്ററോട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും നല്ല ഫോട്ടോഷൂട്ട് വൈബ് തന്നെ കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ ഒരുപാട് ഫോട്ടോഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പല ബ്രൈഡും ഗ്രൂമും വന്നിട്ട് ഇവിടെ ഏതൊരു കോണിൽ നോക്കിയാലും അത്രയും നല്ല ഭംഗിയുള്ളൊരു ഏരിയകളാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണമെങ്കിലും ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനെന്തോ ചെറിയൊരു റെൻറ്റ് കൊടുത്താൽ മതി. അത് മാത്രമല്ല ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആംബിയൻസ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തോന്നിയോണ്ട് മാത്രമാണ് ഈ വീഡിയോസ് എടുത്തത്. അത് മാത്രമല്ല നല്ല അടിപൊളി ഒരു കുതിര റൈഡ് കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ റൈഡ് ചെയ്യുന്നത്. സംഭവം അടിപൊളി തന്നെയായിരുന്നു. ഇനി ഇത് മാത്രമല്ല ഒരു കിഡ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയയുടെ ഉണ്ട് കേട്ടോ. എൻ്റെ സൗണ്ടിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഈ വോയിസ് ഞാൻ കൊടുക്കുന്നത് നല്ല രീതിയിൽ എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലാത്ത ടൈമിലാണ്. കാരണം ജലദോഷം പനിയൊക്കെ ഉണ്ട്. അപ്പം മൂക്ക് ജസ്റ്റ് അടഞ്ഞതിൻ്റെ സൗണ്ടാണ് ഇതിലിങ്ങനെ പരപ്പരായിട്ട് കേൾക്കുന്നത്. അപ്പം എന്തായാലും വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. ഈ ഒരു വോയിസിൽ പറഞ്ഞേരും നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചേരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ എന്തായാലും അവർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോട്ടോ, കാരണം അത്രയും സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു പ്രോഗ്രാമും സെറ്റ് ചെയ്യട്ടോ. നല്ല കിടിലൻ ബാങ്കറ്റുകളും അതിൻ്റെ ചുറ്റുള്ള സറൗണ്ട് കാണാൻ നല്ല അടിപൊളി തന്നെ കേട്ടോ. അപ്പം നമ്മൾ പോയ ടൈമിൽ ഇപ്പം മഴക്കാലമില്ല, മഴ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഫാം ഹൗസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേറെ ലെവൽ വൈബ് തന്നെ കേട്ടോ ഇവിടെ വന്നാൽ കിട്ടുക. ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിക്കാത്ത കല്യാണത്തിന് പോയ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ചതായിരുന്നു. ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഒരു ഫംഗ്ഷനും ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മളൊരു വിളിക്കാത്ത കല്യാണത്തിന് പോയ എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഫീൽ ഉണ്ടായി. കാരണം നമ്മൾ അങ്ങനത്തെ പരിചയമില്ലല്ലോ. ചില ആളുകൾക്കൊക്കെ അങ്ങനെ പരിചയം ഉണ്ടാവും അങ്ങനത്തെ കല്യാണത്തിനൊക്കെ പോയിട്ട്. നമ്മളെ വിളിച്ച കല്യാണത്തിന് തന്നെ പോകാൻ മടിയുള്ള ആളുകളാകുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചമ്മലോട് കൂടിയിട്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞാന്നുള്ളൂ. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ല. അപ്പോൾ അവർ വെഡിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല മക്കളെ, എവിടെ നോക്കിയാലും നല്ല ഫോട്ടോഷൂട്ട് ഫ്രെയിമാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊക്കെ ഇട്ട് അങ്ങനെ മരിച്ചിട്ടോ. കാരണം ഇൻസ്റ്റഗ്രാമൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇനി ഒരു 2-3 ദിവസം കൂടെ അവിടെ നിൽക്കാനുള്ളൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ട്. കാരണം എവിടെ നോക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള സീനറികളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട് മുകൾക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവൻറ്റിൻ്റെ ടീം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സംഭവം ഒരു രക്ഷയില്ല. ഈവനിങ്ങത്തെ പ്രോഗ്രാം ആയിരുന്നു. അതിന് മുന്നേ മോർണിംഗ് വേറൊരു ടീമിൻ്റെ ഉണ്ടായിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അത് രണ്ടും അങ്ങനെ തന്നെ നമ്മൾ പറയാത്തൊരു പരിപാടിക്ക് പോയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് പേഴ്സണലി കേട്ടോ. സംഭവം എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്ത് വേഗം അവിടെ എസ്കേപ്പ് ആയിട്ടുണ്ട് തന്നെ പറയാം. അപ്പം നമ്മൾ ഗ്രൂമും ബ്രൈഡും വരുന്നതിന് മുന്നേ ഈ ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴെയായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൻ്റെ മീറ്റിങ്ങോ അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ വെഡ്ഡിങ്ങോ എൻഗേജ്മെൻറ്റോ നിക്കാഹോ എന്ത് പ്രോഗ്രാം വേണമെങ്കിലും നടത്താനുള്ള ഓരോ സെക്ഷനായിട്ട് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബ്രൈഡും ഗ്രൂമൊക്കെ അതങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക്
നല്ല രീതിയിൽ ചമ്മലുണ്ട് ഗൈസ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പറഞ്ഞ പണി നമുക്ക് നല്ല വൃത്തിയിൽ എടുത്തു കൊടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നല്ല ക്യൂട്ടായിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും അത് കാണണം കേട്ടോ. സിമി എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വീഡിയോ സെറ്റിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ഇത് ഞാൻ അലവലായിട്ട് അങ്ങോട്ട് ഇട്ടൊരു വീഡിയോസാണ്. അപ്പോൾ എന്തായാലും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി എൻട്രി തന്നെ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നമ്മളെ വെഡിങ് കാലത്തൊന്നും ഇത്രയും നല്ല സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ. കാരണം കുറേ ആയല്ലോ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വെഡിങ്ങൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നമുക്കത് കിട്ടാതെ പോയ ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറാട്ടോ. എന്തായാലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പറയാത്ത കല്യാണത്തിന് പോയൊരു വീഡിയോസ് കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സങ്കടം തള്ളുണ്ട് ഗൈസ്. സാരമില്ല. അത് വീണ്ടും പറയാനുള്ള റീസൺ എന്താ അറിയോ, ഈ വീഡിയോസ് ഈ ബ്രൈഡും ഗ്രൂമും കാണുമ്പോൾ വിചാരിക്കുമല്ലോ, ഇവളെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇവൾ ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാനിങ്ങനെ അത് പറയുന്നത് കേട്ടോ. നമ്മളിവിടുത്തെ ടീമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടിപൊളി ഒരു ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ